ഇന്ത്യ ഇവാഞ്ചലിക്കൽ ലൂഥറൻ ചർച്ച് തിരുവനന്തപുരം സിനഡ് ലൂഥർഗിരി സർക്കിളിന്റെ നേതൃത്വത്തിൽ സൺഡേ സ്കൂൾ 2025 അധ്യാപക വിദ്യാർത്ഥി സംഗമം നടന്നു. നെയ്യാർഡാം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സംഗമം നടന്നത്. തിരുവനന്തപുരം സിനഡ് പ്രസിഡന്റ് റവറന്റ് എം മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കിൾ പ്രസിഡന്റ് DJ സ്റ്റാൻലി അധ്യക്ഷനായിരുന്നു. മാർത്തോമ ചർച്ച് യൂത്ത് ചാപ്ലിൻ റോബിൻ തോമസ് ബൈബിൾ ക്ലാസ് നടത്തി. കേരള പോലീസിൽ നിന്നുള്ള അഭിൻ VP മാജിക് ഷോ അവതരിപ്പിച്ചു. സൺഡേ സ്കൂൾ പ്രൊമോട്ടർ സാം BM നേതൃത്വം നൽകി. പാട്ടുകൾ, ഗെയിമുകൾ, ക്ലാസുകൾ, നെയ്യാർഡാം ദർശനം എന്നിവ സംഗമത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവൻ അഭ്യസിക്കാം, വൃദ്ധനായാലും അവൻ വിട്ടുമാറില്ല എന്ന തിരുവചന പ്രകാരം ലൂഥർഗിരി സർക്കിൾ സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ 2025 വർഷത്തിൽ ഏറ്റവും മനോഹരമായി അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ചുകൊണ്ടൊരു ക്യാമ്പ് ക്രമപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. സന്തോഷത്തോടുകൂടെ നെയ്യാർ ഡാമിനെ കേന്ദ്രമാക്കി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന ഇന്നത്തെ ക്യാമ്പ് ഏകദേശം 500ഓളം പേർ പങ്കെടുക്കുന്ന ഒരു മഹാസംഗമമായി മാറിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഏകദേശം 160ഓളം അധ്യാപകരും അതോടൊപ്പം തന്നെ 50ഓളം രക്ഷകർത്താക്കളും 300ഓളം വിദ്യാർത്ഥികളും ചേർന്ന് ഏറ്റവും അനുഗ്രഹീതമാകുന്ന ക്യാമ്പ് ഏറ്റവും മനോഹരമായി നടത്തുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി തീർത്തുവല്ലോ. പ്രത്യേകിച്ച് ലൂഥർഗിരി സർക്കിളിലെ എല്ലാ അധ്യാപകരെയും ഈ ശുശ്രൂഷയിൽ ആദരിക്കുന്ന ഒരു മഹനീയമായ ശുശ്രൂഷ ക്രമപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക സെക്ഷൻ 5ാം ക്ലാസ് മുതൽ pre-KG വരെ pre-KG മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കാർട്ടൂൺ പ്രോഗ്രാം, അതോടൊപ്പം തന്നെ അവർക്കുള്ള ഗെയിം, 6 മുതൽ 12 വരെ പ്രത്യേക സെക്ഷൻ ക്ലാസ്സുകൾ, അതോടൊപ്പം തന്നെ അധ്യാപക പ്രത്യേക സെക്ഷൻ ക്ലാസ്സുകൾ, ഇതൊക്കെയും ഒരേ സമയം ക്രമപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചുവല്ലോ. പങ്കെടുത്ത എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ആ കുട്ടികളെ ഗൗരവമായി കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. കാരണം നമ്മുടെ കുട്ടികളെ നമ്മളാണ് വളർത്തേണ്ടത്. നമ്മുടെ വീട്ടിലെ ഒരു ആട് പ്രസവിച്ചാൽ അത് നിമിഷങ്ങൾക്കുള്ളിൽ എഴുന്നേറ്റ് ചാടി ഓടി നടക്കും. പക്ഷെ ഒരു കുട്ടി അങ്ങനെയല്ല. ആ കുഞ്ഞിനെ പ്രസവിച്ച് അത് പിന്നെ വളർന്ന് അതിന് 1-2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങുള്ളൂ. അപ്പൊ കുട്ടികളെ പ്രാപ്തിപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. അത് സൺഡേ സ്കൂൾ അധ്യാപകർ ഗൗരവമായി കാണണം. വേദപുസ്തകം നന്നായി പഠിക്കണം, കുട്ടികളെ നന്നായി പഠിപ്പിക്കണം, അവരെ നോട്ട് കൊടുക്കണം. സൺഡേ സ്കൂൾ കുട്ടികളുടെ ആത്മീയ കാര്യങ്ങളുടെ മുഴുവൻ ചുമതലയും നിങ്ങൾ ഏറ്റെടുക്കണം. നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം. വീട്ടിൽ വന്നില്ലെങ്കിൽ അന്ന് രാത്രി തന്നെ മാതാപിതാക്കളെ ഫോൺ ചെയ്യണം. തലേ ദിവസം ശനിയാഴ്ച ഫോൺ ചെയ്യണം. കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ കുട്ടി വന്നില്ല, ഇന്നെങ്കിലും നാളെയെങ്കിലും വരുമോ എന്ന് അന്വേഷിക്കണം. 2, 3, 4 കുട്ടികളെ ഉള്ളൂ, നിങ്ങൾക്ക് അതൊക്കെ സാധിക്കും. അങ്ങനെ ആത്മാർത്ഥതയുള്ള സൺഡേ സ്കൂൾ അധ്യാപകരായി നിങ്ങൾ മാറുമെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. കാരണം നിങ്ങൾ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്.